എനിക്കൊന്നും അറിയില്ല. അച്ഛൻ മരിച്ചതോട് തുടങ്ങിയതാ ഞങ്ങളുടെ ഈ കഷ്ടകാലം. ചേട്ടൻ കൂടി എന്തിനീ നരകയാതന അനുഭവിക്കണം? എല്ലാം ഞങ്ങളുടെ വിധിയാണ്. ഞാൻ അഭിനയിക്കാനാണ് വന്നതെങ്കിലും ഇപ്പൊ ഈ കുടുംബത്തിലെ ഒരു അംഗമായി മാറിപ്പോയി. ഈ വീട്ടിൽ എന്തൊക്കെയോ രഹസ്യങ്ങൾ നടക്കുന്നുണ്ട്. അതെന്താണെന്ന് കണ്ടുപിടിക്കണം. ആദ്യം ആങ്ങളയ്ക്ക്, പിന്നെ മലയാളി എന്റെ ഭർത്താവിന്. ഇതൊന്ന് അകത്തോണ്ട് നോക്കി. കൊള്ളാം, ഉടഞ്ഞില്ല. ഇതുകൊണ്ട് നോക്കിടി. ഇനി ഈ വീട്ടിൽ എന്തെങ്കിലും നീ ഉടയ്ക്കാൻ ശ്രമിച്ചാൽ നിന്റെ എല്ലി ഞാൻ ഒടിക്കും. ആണുങ്ങൾ നാക്ക് കൊണ്ട് ഏറ്റുമുട്ടാറില്ലടാ. തടികേട് വരാ, സൂക്ഷിക്കേ. ആ, ക്യാമറ കാണുന്നത് അതെന്നെ പലത് ഓർമ്മിപ്പിക്കും. അവസാനം ഞാൻ സ്വയം ഒരു തീജ്വാലയെ മാറിപ്പോകും. നീ എന്താ നോക്കിക്കൊണ്ടിരിക്കുന്നത്? ഞാൻ പലപ്പോഴും ചോദിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. കൊച്ചുകുട്ടികളെ കാണുമ്പോൾ നീ എന്തോ ആലോചനയിൽ മതി മറന്നു പോകാറുണ്ട്. എന്താ നിന്റെ മനസ്സിന്റെ വിഷമം? ബിന്ദു, കരയാതെ ബിന്ദു. ഇതാ, ഇത് കുടിച്ചിട്ട് ഇവിടെ കിടന്നോ. ചേട്ടൻ പോയി ഇപ്പൊ എന്തെങ്കിലും കൊണ്ടുവരാം കേട്ടോ. തരണ സാർ, വിശക്കുന്നു സാർ. തരണ സാർ, ഞാൻ തരണ സാർ. എന്റെ അനിയത്തി വിശക്കുന്നു സാർ. നിന്റെ അനിയത്തി വെച്ചിരുന്ന ഞാൻ ഓരോന്നും നടക്കുന്നു. ഇവിടെ വാടാ, ഇവിടെ വാ. വെറുതെ പിച്ച എടുക്കാതെ ഇതെടുത്ത് എന്റെ കൂടെ വന്നാൽ കാശ് തരാൻ നിനക്ക്. വരുന്നോ? ആ, സൂക്ഷിച്ച്. ഉടയുന്ന സാധനമാണ്. സൂക്ഷിച്ച്. എടാ, ഈ പ്രായത്തിലൊന്നും പിച്ച എടുക്കാൻ നടക്കരുത്. മാന്യമായി ജോലി ചെയ്ത് ജീവിക്കണം. ഹലോ ഹലോ. ആ, വരൂ. കൊണ്ടുപോണ. സൂക്ഷിച്ച്. താഴ്ച വീണ ഉടയും. മെല്ലെ മെല്ലെ. നീ പുറത്തു പോയിരിക്കും, ഞാൻ വിളിക്കാം. എന്തൊക്കെയുണ്ടടേ വിശേഷങ്ങള്? ഒഴുകി ആദ്യം ഒരു പെഗ് അടിക്ക്, പിന്നെ സംസാരിക്കാം. ഇനി ഒന്ന് ഒഴിക്കണേ. പിന്നെ ഇപ്പോഴത്തെ പരിപാടി എങ്ങനെ? അതെങ്ങനെ നടക്കും? പരിപാടി എന്തായാലും ഇപ്പൊ നിങ്ങളുടെ പരിപാടിയാണ് ഉഗ്രൻ.
കാശ് ഏ? കാശ് ഏ? കാശ് സാർ. കാശോ തരാലോ. കൊടുക്കാശനെ ആ അവനൊരു ഗ്ലാസ് കൊടുത്ത രസം ഉണ്ടായിരുന്നു ആശാനെ. കൊടുക്കാലോ. കൊടുക്ക്. ഇത് രസമുണ്ട്. ഇത് നോക്കിക്കോ. എടുത്തോ. ആ ഇത് കുടിച്ചിട്ട് എടുത്തോ. കുടിക്കരുത് ആ സാർ. കുടിക്കടാ. ആ, ആ മിടുക്കൻ. നാ. എടുത്തിട്ട് പോ. പോടാ. രണ്ട് ബന്നിത എത്ര പൈസ? 50. അമ്മേ, രണ്ട് കാലം ചാവിയില്ലാത്ത എനിക്ക് വല്ലതും തരണേ. അമ്മേ, ഈ വീട്ടിൽ ആരും ഇല്ലേ മോളെ? ചേട്ടൻ പോയിട്ട് വന്നിട്ടില്ല. മോളെന്തിനാ കരയണേ? വിശക്കുന്നു. മാമന്റെ കൂടെ വാ. നോക്ക്, മാമൻ ചോറ് വാങ്ങിച്ച. ബിന്ദു 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 അവൾ എവിടെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവളെ തേടി തേടി ഞാൻ വലഞ്ഞു. അവളായിരുന്നു എന്റെ ലക്ഷ്യം. വിധി ഞങ്ങളെ വേർപെടുത്തി. നീ വിഷമിക്കാതിരിക്കൂ. എല്ലാം ഗുരുവായൂരപ്പൻ നേരെയാക്കും.